ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്ലൂ വെൽവെറ്റ് പാസ്ട്രി ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപേ റെഡ് വെൽവെറ്റും ഗ്രീൻ വെൽവെറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കളറിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്ലൂ വെൽവെറ്റ് സ്പഞ്ച് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് കോക്കോ പൗഡറും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വലിയൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇടവിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സും 1/2 കപ്പ് പാലും ഇടവിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫ്ലോർ മിക്സും അതുപോലെ തന്നെ പാലും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിലേക്ക് 1-2 ടീസ്പൂണ് ബ്ലൂ കളർ കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്ലൂ വെൽവെറ്റ് സ്പഞ്ചിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്ട്രിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു കേക്ക് പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഈ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഐസിങ് ചെയ്യുന്നത് ചീസ് ക്രീം വെച്ചിട്ടാണ്. ഇതിൻ്റെ മുൻപേ റെഡ് വെൽവെറ്റ് കേക്കിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചീസ് ക്രീം റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചീസ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ടേൺ ടേബിളിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ചീസ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസ് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി എന്തെങ്കിലും ഫില്ലിങ് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ചീസ് ക്രീമിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് വേറൊരു ഫില്ലിംഗ് ഒന്നും കൊടുക്കാത്തത്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനായി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ചീസ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം 3ാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ 3 ലെയർ കേക്കും സെറ്റ് ചെയ്തെടുക്കാം.
മൂന്നാമത്തെ ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഏകദേശം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുള്ള പീസ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രംസ് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം. കേക്കിൻ്റെ മുകളിൽ ഇതാ മുഴുവനായിട്ടും ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ 8 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് അളന്നതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരേ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ നടുവിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി സ്കെയിൽ വെച്ചിട്ട് ഒരേ അളവിൽ 10 പീസായിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരേ അളവിൽ 10 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ്, സിൽവർ കളറിലുള്ള കുറച്ച് ഷുഗർ ബോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂ വെൽവെറ്റ് പാസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, കാണാനും നല്ല ലുക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്